ഒറ്റപ്പെടൽ എന്ന് കേൾക്കുമ്പോൾ പലരും കരുതുന്നത് ആളുകളില്ലാത്ത അവസ്ഥയാണെന്ന്. പക്ഷേ സത്യം എന്താണെന്നറിയാമോ? ചുറ്റും ഒരുപാട് ആളുകളുണ്ടായിട്ടും നമ്മളെ മനസ്സിലാക്കാൻ ഒരാളുമില്ലെന്ന് തോന്നുന്ന നിമിഷമാണ് യഥാർത്ഥ ഒറ്റപ്പെടൽ. സ്കൂളിലും കോളേജിലും ഫ്രണ്ട്സിൻ്റെ നടുവിൽ നിൽക്കുമ്പോഴും കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിക്കുമ്പോഴും വാട്സപ്പിൽ 100 മെസ്സേജുകൾ വന്നാലും രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ മനസ്സ് ചോദിക്കും, എന്നെ ശരിക്കും ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? ഞാനും അങ്ങനെയൊരു ഘട്ടം കടന്നുപോയ ആളാണ്. എല്ലാവരോടും ചിരിച്ച് സംസാരിക്കും, സ്റ്റാറ്റസിൽ ഫണ്ണി റീൽസ് ഇടും, കൂട്ടത്തിൽ ലൗഡായി സംസാരിക്കും. പക്ഷേ ഉള്ളിൽ ഞാൻ വളരെ ടയേർഡായിരുന്നു. ഒരു ദിവസം ഞാൻ ശ്രദ്ധിച്ചു, എനിക്ക് പ്രശ്നമുണ്ടായപ്പോൾ എല്ലാവരും എന്താ എന്ന് ചോദിച്ചു. പക്ഷേ എനിക്ക് ശരിക്കും സുഖമില്ല എന്ന് പറയാൻ പേടിച്ചു. കാരണം ഇന്നത്തെ ലോകത്ത് നമ്മൾ ഫീലിങ്സ് ഹൈഡ് ചെയ്യാൻ പഠിച്ചു. സ്ട്രോങ് ആകണം എന്ന് സൊസൈറ്റി പഠിപ്പിച്ചു. കരയുന്നത് വീക്ക്നെസ് ആണെന്ന് തോന്നിപ്പിച്ചു. അങ്ങനെ സ്ലോലി നമ്മൾ നമ്മളിൽ നിന്ന് തന്നെ അകലാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായത് ഒരു കാര്യമാണ്, ഒറ്റപ്പെടൽ മാറാൻ ആദ്യം വേണ്ടത് കൂടുതൽ ആളുകളല്ല, ഒരു യഥാർത്ഥ ബന്ധമാണ്. നമ്മളെ ജഡ്ജ് ചെയ്യാതെ കേൾക്കുന്ന ഒരാൾ, നമ്മൾ ഫേക്ക് സ്മൈൽ ഇടുമ്പോൾ പോലും നിനക്കെന്തോ വിഷമമുണ്ട് എന്ന് തിരിച്ചറിയുന്ന ഒരാൾ. പക്ഷേ ആ ഒരാളെ കണ്ടെത്തുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മറ്റൊന്നാണ്, സ്വന്തം മനസ്സിനോട് സത്യസന്ധമാവുക. ഒരു ദിവസം ഞാൻ മിറർ നോക്കി എന്നോട് തന്നെയായി ചോദിച്ചു, നിനക്ക് എല്ലാവരെയും ഇംപ്രസ് ചെയ്യാൻ പറ്റും, പക്ഷേ നീ സന്തോഷവാനാണോ? ആ ചോദ്യം എന്നെ മാറ്റി. അന്ന് മുതൽ ഞാൻ സ്ലോലി മാറാൻ തുടങ്ങി. ഒറ്റയ്ക്ക് നടക്കാൻ തുടങ്ങി, ഫോൺ സൈഡ് വെച്ച് നേച്ചർ നോക്കാൻ തുടങ്ങി, എനിക്കിഷ്ടമുള്ള സോങ്സ് കേൾക്കാൻ തുടങ്ങി, എഴുതാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി, എനിക്കിഷ്ടമുള്ള ആളുകളോട് തുറന്ന് സംസാരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് മനസ്സിലായത്, നമ്മൾ ഒരുപാട് ആളുകളുടെ ഇടയിൽ നഷ്ടപ്പെടുമ്പോൾ ജീവിതം തിരികെ കണ്ടെത്തുന്നത് സ്വന്തം ഉള്ളിൽ നിന്നാണ്. ഇന്ന് ഈ അവസ്ഥയിലൂടെ പോകുന്ന ആരെങ്കിലും ഇവിടെയുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഇതാണ്, നിങ്ങൾ എലോണല്ല, നിങ്ങൾ വീക്കല്ല, നിങ്ങൾ ബ്രോക്കൺ അല്ല. നിങ്ങൾക്ക് റെസ്റ്റ് വേണം, റിയൽ കണക്ഷൻ വേണം, ഒപ്പം കുറച്ച് സമയം നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് തന്നെ സ്പെൻഡ് ചെയ്യണം. ഓർമ്മിക്കൂ, എല്ലാവരും നമ്മളെ മനസ്സിലാക്കണമെന്നില്ല, പക്ഷേ ഒരാൾ മതി. ചിലപ്പോൾ ആ ഒരാൾ നമ്മൾ തന്നെയായിരിക്കും. അതിനാൽ സ്വന്തം ഹാപ്പിനെസ് മറ്റുള്ളവരുടെ അറ്റൻഷനിൽ മാത്രം അന്വേഷിക്കരുത്. കാരണം പീസ് കിട്ടുന്നത് ക്രൗഡിൽ നിന്ന് അല്ല, നമ്മൾ സ്വീകരിക്കുന്ന നിമിഷത്തിലാണ്. ചുറ്റും ആളുകളുണ്ടെങ്കിലും ഉള്ളിൽ ഒറ്റപ്പെട്ടവനായി തോന്നുന്ന നിമിഷങ്ങൾ ജീവിതത്തിൽ വരാം. പക്ഷേ ഇരുട്ടിൽ നിന്ന് പുറത്തേക്ക് വരാൻ ഒരു ചെറിയ സെൽഫ് ലവ് മതി. നന്ദി.